ഞാൻ പറയുന്നത് പൂർണ്ണമായിട്ട് കേൾക്കണം. മകരവിളക്കിനോടനുബന്ധിച്ച് ശബരിമലയിൽ ആൾക്കാരെ ജോലിക്ക് എടുക്കുന്നുണ്ട്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളെ മേൽ കേസൊന്നും ഇല്ല എന്ന് തെളിയിക്കുന്ന പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പേപ്പർ പിടിക്കണം. രണ്ടാമത് മതം തെളിയിക്കുന്ന പേപ്പർ. അല്ല ഈ മതം തെളിയിക്കുന്ന പേപ്പർ എന്തിനാ? അവിടെ തിരുമേനിയായിട്ട് വല്ലതും ജോലി കൊടുക്കാനാണോ നിങ്ങൾ ആൾക്കാരെ ക്ഷണിക്കുന്നത്? അല്ല ഈ മതവും ജാതിയൊക്കെ ചോദിക്കുന്നത് എന്തിനാ? കേസില്ലെന്ന് തെളിഞ്ഞ പേപ്പർ മേടിച്ച് പോലീസ് സ്റ്റേഷനിൽ നിന്ന്. അന്നേരം കേസില്ലെന്ന് മനസ്സിലായ ആൾ ക്ലിയറാണെന്ന് മനസ്സിലായി. പിന്നെ മതവും ജാതിയൊക്കെ തിരക്കേണ്ട കാര്യം എന്തോ? ഇസ്ലാമോ ക്രിസ്ത്യാനോ ഹിന്ദുവോ മതമുള്ളവനോ മതമില്ലാത്തവനോ യുക്തിവാദിയോ അന്ധവിശ്വാസിയോ ആരെങ്കിലും വന്ന് ജോലി ചെയ്തിട്ട് പോട്ട്. എല്ലാവരും മനുഷ്യരല്ലേ, ജീവിക്കാൻ വേണ്ടിയല്ലേ? അല്ല പറഞ്ഞു വരുമ്പം അയ്യപ്പൻ്റെ കൂട്ടുകാരനെ വാവർ സ്വാമി, വാവർ ഒരു ഇസ്ലാം മത വിശ്വാസിയും. ഒന്നുമില്ലെങ്കിൽ ഇസ്ലാം മത വിശ്വാസികളെങ്കിലും പരിഗണിക്കണ്ടേ? ഓ ഓ ഓ ഓ ഇപ്പം മനസ്സിലായി. ആൾക്കാരെ ഊമ്പിക്കാൻ വേണ്ടി ഒരേ കെട്ടുകഥകളുണ്ടാക്കി വെച്ചിരിക്കുക. അയ്യപ്പനും വാവരും ഭയങ്കര ഫ്രണ്ടാ അല്ലേ? ഇസ്ലാം മത വിശ്വാസിയും ക്രിസ്ത്യ മത വിശ്വാസിയും ഹിന്ദു മത വിശ്വാസിയും മറ്റു മതവിശ്വാസികളും നിങ്ങളെ മതവിശ്വാസത്തിന് അടിമപ്പെട്ട ജനങ്ങൾ ലഹരിക്കും അന്ധവിശ്വാസത്തിനും ആഡംബര ജീവിതത്തിനും മുൻഗണന കൊടുത്ത് ജീവിതം പിഴച്ച ജീവിതം മുന്നോട്ട് ജീവിക്കുന്നവരാണ് അവർ. അവരെ വീട്ടിൻ്റെ ആധാരം വരെ ബാങ്കിൽ പണയത്തിലാണ്. നിങ്ങൾ ഈ മനുഷ്യരെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ നല്ലൊരു ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ട് വന്നൂടെ? നിങ്ങൾക്ക് വയ്യെങ്കിൽ പറ, ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യും, അവരടുത്തോട്ടൊന്ന് എത്തിക്കും, അവരെന്നെ കോണ്ടാക്ട് ചെയ്യും. ഞാനും അവരുമായിട്ട് കലക്ട്രേറ്റിലോട്ടൊരു മാർച്ച് അങ്ങ് നടത്തും. കാരണം ഓണത്തിന് മാർച്ച് നടത്താൻ വേണ്ടി ഇരുന്നതാണ്. ഓണത്തിന് മുമ്പ് ഡെങ്കിപ്പനി പിടിച്ച കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നിങ്ങൾക്ക് നല്ലൊരു ജീവിതം മുന്നോട്ട് ജീവിക്കണം, വരും തലമുറയ്ക്ക് നല്ലൊരു ജീവിതം ജീവിക്കണം, നല്ല വിദ്യാഭ്യാസം നയിക്കണം, മനുഷ്യരെ പോലെ ജീവിക്കണം എന്ന ആഗ്രഹമുള്ളവർ എൻ്റെ ഫോൺ നമ്പറിലോട്ട് കോൺടാക്റ്റ് ചെയ്യണം. എൻ്റെ നമ്പർ 97 44 32 58 74 80 75 67 12 48. പിന്നെ ഇത് ഷെയർ ചെയ്യാൻ താല്പര്യമില്ലാത്തവരുടെ അടുത്ത് ഞാനൊന്ന് ചോദിക്കുക. ലഹരിക്കും അന്ധവിശ്വാസത്തിനും അടിമപ്പെട്ട ജനത നിങ്ങളെ മക്കളെയോ മാമന്മാരെയോ കുഞ്ഞമ്മമാരെയോ ആരെങ്കിലും നരബലിക്ക് വിധിക്കപ്പെടുത്താമെന്ന് നേർച്ച കൊടുത്ത് നിങ്ങളടുത്തോട്ട് അങ്ങനെ വല്ലതും ആക്രമണം അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? കാര്യം നരബലി നടക്കുന്ന രാജ്യമാണ് നമ്മളെ രാജ്യം, അത് മറക്കരുത്. മറന്നു കഴിഞ്ഞാൽ ഊമ്പിപ്പോവും.